എല്ലാവർക്കും എന്റെ കേരള പിറവി ആശംസകൾ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ എവിടെയെന്ന് അല്ലേ? നോർമലി നിങ്ങൾ ഇന്റർവ്യൂസ് മാത്രമാണ് ഇതിൽ കാണാറ്. നമ്മുടെ വേരുകൾ എന്ന യൂട്യൂബ് ചാനൽ ചിങ്ങം 1-നാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോ നവംബർ 1-ന് നമ്മൾ പുതിയൊരു സെഗ്മെന്റും കൂടെ ആരംഭിച്ചിരിക്കുകയാണ്, ഒരു ട്രാവൽ പ്രോഗ്രാം. അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ വീണ്ടും തുടർന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് പോകാം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നീലേശ്വരം അല്ല കേട്ടോ, നിങ്ങളൊക്കെ വിചാരിക്കും കാവ്യമാധവന്റെ സ്ഥലമായിട്ടുള്ള നീലേശ്വരം ആണെന്ന്. നീലേശ്വരം അല്ല, പറവൂരുള്ള നീലീശ്വരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇതൊക്കെ ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഫുള്ളും കടലായിട്ടുള്ള സ്ഥലമായിരുന്നു. അത് പിന്നീട് കരയായിട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ചരിത്രത്തിൽ മുസ്ലിംസ് എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇവിടെ മൊത്തം കടലായിരുന്നു, കടലിറങ്ങി ഇപ്പോൾ കരയായി. അപ്പോൾ പണ്ടത്തെ കുറേ അവശിഷ്ടങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഖനനം ചെയ്യപ്പെടുന്നുണ്ട്. വലിയ വലിയ ജാറുകൾ, അതുപോലെ തന്നെ തോണി, ബോട്ടിൻ്റെ അവശിഷ്ടങ്ങൾ. പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഗവൺമെൻറ് റെസ്ട്രിക്റ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. സോ നമുക്കൊന്ന് പോയി നോക്കാം, പുറത്തുനിന്ന് കാണാം. രണ്ട് വശങ്ങളുണ്ടല്ലോ, അപ്പൊ നമുക്ക് വേറൊരു വശം എന്താണെന്ന് അറിയാം. ഇവിടെ ശരിക്കും മുസ്ലിംസ് പട്ടണത്തിന്റെ അവശിഷ്ടം തന്നെയാണോ ഖനനത്തിൽ കിട്ടുന്നത്, അതോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് ഷിബുചേട്ടനോട് ചോദിച്ചറിയാം. പറഞ്ഞോളൂ ചേട്ടാ. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 വർഷത്തിന് മുന്നേ ആണ് ഞാനിവിടെ വന്നിരുന്നത്. അപ്പോൾ ഈ ഖനനം നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ ഇവിടെ പഴയ, അതായത് അപ്പൂമ്മമാരായാലും അമ്മമാരായാലും എൻ്റെ അച്ഛനേക്കാളൊക്കെ പ്രായം കൂടിയ ആൾക്കാരുമായിട്ട് ഞാൻ ഒരു അന്വേഷണം ഞാൻ നടത്തി. അപ്പോൾ അവരിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരു ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ പറവൂർ തമ്പ്രാക്കളുടെ ഏരിയ ആയിരുന്നു. ആ പറവൂർ തമ്പ്രാക്കളുടെ ഏരിയ എന്ന് വെച്ചാൽ അവരുടെ ജീവിതശൈലിയും ജീവിത രീതിയും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഒരാൾ അവരുടെ വംശത്തിലുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുഴിച്ചിടുന്നത് ഒക്കെ ജാറകളിലാണ്. പിന്നെ അതൊക്കെ തന്നെയാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അല്ലാണ്ട് ഇവിടുന്ന് പിന്നെ ഇവർ കുഴിച്ചെടുത്തിട്ട് പറഞ്ഞാൽ അത് മറ്റേ പോട്ടറിയാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് മെഡിറ്ററേനിയൻ തീരത്തുള്ള കല്ലുകളാണ്, കമ്പോടുകളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിശദമായിട്ടുള്ള ഒരു ന്യായീകരണങ്ങളും എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അറിയാനും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അവരെന്താണ് പറയണമെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ഇതിപ്പോ ശരിക്കും മുസ്ലിംസ് പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്ന സ്ഥലമാണെന്നും അല്ല എന്നും രണ്ട് വശങ്ങളുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ള സത്യം കാലം തെളിയിക്കും. അപ്പൊ നമുക്ക് എന്തായാലും വേറൊരു സ്ഥലത്തേക്ക് പോവാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നീലേശ്വര മഹാദേവ ക്ഷേത്രം. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഒരു ട്രാവൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നതെന്ന്. അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്ക് ചുറ്റമ്പലത്തിൽ കൂടെ നടന്നിട്ട് വേറൊരു സംഭവം കാണിക്കാണ്ട്. കോവിഡ് ആയത് കാരണം നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാൻ പറ്റില്ല. വേറൊരു പ്രത്യേകതയുണ്ട് ഈ അമ്പലത്തിന്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചുറ്റമ്പലത്തിൽ കൂടെ നടന്നിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് 2 കെടാവിളക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 2 വിളക്കിലും എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാന വഴിപാട്.
എല്ലാ അമ്പലത്തിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ആലുണ്ട്. അപ്പോൾ ഈ ആലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ മാലകള്, രുദ്രാക്ഷമാലകള്, മുത്തുമാലകളൊക്കെ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബരിമല ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടാണ് മാല ഊരുന്നത്. ആ മാല നേരെ തന്നെ ഇതിന്റെ മേലെ കൊണ്ടുവന്നിടുന്നതാണ്. അതുപോലെ തന്നെ ഈ ആലിനെ ചുറ്റുന്നതിന്റെ പ്രതിബിംബം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാവിഷ്ണു, അതുപോലെ തന്നെ ശിവൻ, ബ്രഹ്മാവ്, ഇവർ മൂന്നുപേരും പ്രദക്ഷിണ വെക്കുന്നതിന് തുല്യമാണ് ഈ ആലിനെ ചുറ്റുന്നതെന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രത്യേകതയുള്ള സ്ഥലം എന്ന് പറഞ്ഞത് അത് ഈ കുളമാണ്, അമ്പലക്കുളം. ഒരുപാട് വലിയൊരു കുളമാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും മത്സ്യങ്ങളുണ്ട്. അതും പലതരത്തിൽപ്പെട്ട മത്സ്യങ്ങളുണ്ട്. ഗോൾഡൻ ഫിഷ്, അങ്ങനെ കുറേ മത്സ്യങ്ങളുണ്ട്. അത് മാത്രമല്ല കുറേ ആമകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ് ആമയും അതുപോലെ തന്നെ മത്സ്യം. അപ്പോൾ മഹാവിഷ്ണുവിന് നമ്മൾ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് കൊടുക്കുന്നത് പോലെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞതാണ്. ബിസ്ക്കറ്റാണ് നമ്മൾ മത്സ്യത്തിനും ആമയ്ക്കും കൊടുക്കുക. നന്നായി കഴിക്കും. ആമയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ആമ ബിസ്ക്കറ്റ് കഴിക്കുമെന്നൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ നടത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു വഴിപാടാണിത്. എന്തായാലും ഞാൻ ആ ആമയായിട്ട് മുട്ടൻ കമ്പനിയായി. ഇപ്പം എന്നോട് പിണങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നതേ എൻ്റെ മുൻ ജന്മത്തിലെ എൻ്റെ കാമുകനായിരുന്നു എന്നൊരു ഡൗട്ട് ഉണ്ട്. അതായിരിക്കും ഇത്രത്തോളം. ഇവിടെ ഉള്ളവരും പറയുന്നുണ്ട് അവർ ഡെയിലി കുളിക്കാൻ വരുന്നുണ്ട്, പക്ഷെ അവരുമായിട്ടൊന്നും ഇത്ര കമ്പനി ആയിട്ടില്ല ഒരു ആമയും. ഇത് കുറേ നേരം ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് ഇപ്പം അതാ ജസ്റ്റ് പിണങ്ങിപ്പോയി തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ ക്യാഷ് എടുത്തിട്ടായിരിക്കും സാധാരണ ഫിഷ് തെറാപ്പി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമേ ഇല്ല. ജസ്റ്റ് ഒന്ന് വന്ന് കാല് വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി, എല്ലാ മീനും കൂടെ വന്ന് കൊത്തും. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ, അത്രേ അറിയുള്ളൂ.
അപ്പൊ എന്തിനാണ് ഈ പാട്ട് പാടിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, ആ പറയണ ഓടപ്പഴത്തിന്റെ ഒരു വള്ളിയാണിത്. ഇത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അതിപ്പോ നീലേശ്വരം എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് അതിന്റെ. ഇപ്പോ സീസൺ അല്ലാത്തതുകൊണ്ട് അതിൽ കായോ ഒന്നും ഇല്ല. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ഫലമാണ്. ദൈവദർശനം അല്ലെങ്കിൽ ഈശ്വര ദർശനം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫിഷ് തെറാപ്പി കഴിഞ്ഞു, അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയ ഒരു ആമ, അതുപോലെ ഇവിടെ ഒരുപാട് വലിയ വലിയ മീനുകളുണ്ട്, അതിന് തന്നെ പേരിട്ടിട്ടുണ്ട്. എന്തൊക്കെയോ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ വിളിക്കുന്നതൊക്കെ, അപ്പോൾ അവരൊക്കെ വിളി കേട്ട് ഓടി വരും. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പം എനിക്ക് ഇന്നത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ പറവൂർ ഭാഗത്തേക്ക് വരുന്നവർ ഈ സ്ഥലം എന്തായാലും മിസ് ചെയ്യരുത്. ഇവിടെ വന്നിട്ട് ഭഗവാന്റെ ദർശനമൊക്കെ കഴിഞ്ഞ് ഈ കുളത്തിൽ എന്തായാലും വരണം. അതുപോലെ എന്താ പറയുക, ബിസ്ക്കറ്റ് അന്നദാനമാണ് ഇവിടുത്തെ പ്രധാന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ചെയ്യണം. പിന്നെ ഫിഷ് തെറാപ്പി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് പോകുന്നവർ ഇവിടെ കയറിയിട്ടേ പോവാവൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ യാത്രകളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലായ വേരുകൾ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ ലൈക്ക് ബട്ടണും. അപ്പോൾ വീണ്ടും നല്ലൊരു സ്ഥലവുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും. ബൈ.